മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. കേസിലെ ആഭ്യന്തര മന്ത്രാലയം നരേന്ദ്ര മാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ടുണ്ട്. വിനീത വിജി, അച്യുതൻ ഒപ്പം ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമാണിത്. അപ്പോഴും ബാക്കിയാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഇന്ന് ഈ 12 അംഗ പ്രത്യേക സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരുന്നത്. ഈ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലായി ഇതിൽ പ്രധാനപ്പെട്ട് അറിയേണ്ട 2 കാര്യങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലായി ഇദ്ദേഹം എത്തി. കൊച്ചിയിൽ തന്നെ എത്തിയതായി പലപ്പോഴും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തഹാവൂർ റാണയ്ക്ക് പ്രാദേശിക പിന്തുണ ലഭിച്ചു, സാമ്പത്തിക പിന്തുണ ലഭിച്ചോ, പ്രാദേശികമായി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അത് അടക്കമുള്ള വിവരങ്ങളായിരിക്കുമല്ലോ ഇന്ന് ഈ പ്രത്യേക NIA സംഘം ഇയാളിൽ നിന്ന് ചോദിച്ചറിയുക. ബൽറാം, കീർത്തന, ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷ ഏജൻസികൾക്ക് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് കീർത്തന സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ 231 ഫോൺ കോളുകൾ ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെയ്ഡ്ലിയും തഹാവൂർ റാണയും തമ്മിൽ നടത്തിയതായുള്ള കൃത്യമായ വിവരവും തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പായി 8 തവണ തഹാവൂർ റാണ ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നു. അതിൽ ഇയാൾ ഡോക്ടർ കൂടിയായ ഭാര്യയോടൊപ്പം ഇന്ത്യയിലെ പലയിടത്തും സന്ദർശിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിലെ മറ്റു പല നഗരങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ അടക്കം സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്നുള്ളത്. ഈ ഒരു സന്ദർശനത്തിനിടെ ഇത്തരത്തിൽ മറ്റ് ഭീകരാക്രമണ പദ്ധതികൾ രാജ്യത്ത് ആസൂത്രണം ചെയ്തിരുന്നു, പ്രാദേശികമായ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ലഭിക്കും എന്നാണ് അന്വേഷണ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സർക്കാരിന്റെ പങ്ക് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ റാണയെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾക്ക് പോലും പാകിസ്ഥാൻ ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ പാകിസ്ഥാനുമായി ഇയാൾക്ക് ബന്ധമില്ല എന്നും ഇയാൾ കനേഡിയൻ പൗരനാണ് എന്നും 2 ദശകങ്ങളായി ഇയാൾ പാസ്പോർട്ട് പുതുക്കിയിട്ടില്ല എന്നുമുള്ള വിശദീകരണമാണ് പാക് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് കൃത്യമായ പങ്ക് ഈ ആക്രമണത്തിൽ ഉണ്ട് എന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ISIയുടെ നിർദ്ദേശം, ഒപ്പം തന്നെ മറ്റ് ഭീകര സംഘടനകളുമായുള്ള ബന്ധം, ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള സംഘടനകളുമായുള്ള ബന്ധം ഇവർക്കുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏജൻസികൾക്ക് റാണയെ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഡേവിഡ് കോൾമാൻ ഹെയ്ഡ്ലിയുടെ ഈ ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഇന്ത്യക്ക് ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്ന പ്രതീക്ഷ ഏജൻസികൾ വച്ചു പുലർത്തുന്നുണ്ട്. ഈ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഏജൻസികൾ നിലവിൽ വിലയിരുത്തുന്നത് ഈ ഹെയ്ഡ്ലിക്കാണ് റാണയേക്കാൾ കൂടുതൽ പങ്കുള്ളത്. എന്നാൽ ഈ ഹെയ്ഡ്ലിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഒപ്പം തന്നെ സാമ്പത്തിക സഹായം എന്നിവ റാണ നൽകി എന്ന് ഹെയ്ഡ്ലി തന്നെ ചോദ്യം ചെയ്യലിൽ ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.